മാർത്താണ്ഡവർമ്മ. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന് മുഴുവൻ പേരുള്ള ഇദ്ദേഹം ജനിച്ചത് 1705-ലാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ സ്രഷ്ടാവ് എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. എട്ടുവീട്ടിൽ പിള്ളമാർ, പോറ്റിമാർ എന്നീ ഫ്യൂഡൽ പ്രഭുക്കന്മാരെ അമർച്ച ചെയ്തത് മാർത്താണ്ഡവർമ്മയാണ്. 1729-ലാണ് വേണാട് ഭരിച്ചിരുന്ന രാമവർമ്മ രാജാവിൽ നിന്ന് മാർത്താണ്ഡവർമ്മ ഭരണം ഏറ്റെടുത്തത്. തൃപ്പാപ്പൂർ സ്വരൂപം എന്നായിരുന്നു മാർത്താണ്ഡവർമ്മ അധികാരമേൽക്കുമ്പോൾ തിരുവിതാംകൂർ അറിയപ്പെട്ടത്. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നാണ് മാർത്താണ്ഡവർമ്മ സ്വയം വിശേഷിപ്പിച്ചത്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിന്റെ ആസ്ഥാനം കൽക്കുളമായിരുന്നു. 1723-ൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ സംസ്ഥാനവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയായിരുന്നു വേണാട് ഉടമ്പടി. 1741-ലായിരുന്നു കുളച്ചാൽ യുദ്ധം നടന്നത്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് ഈ യുദ്ധം നടന്നത്. കുളച്ചാൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ കീഴടക്കിയ ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയ്. പിന്നീട് തിരുവിതാംകൂർ സേനയുടെ തലവനായി നിയമിതനായ ഡിലനോയ് തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടു. കുളച്ചാൽ ഇന്ന് തമിഴ്നാടിന്റെ ഭാഗമാണ്. ഡിലനോയിയുടെ ശവകുടീരം തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്ത് ഉദയഗിരി കോട്ടയിൽ സ്ഥിതി ചെയ്യുന്നു. 1750 ജനുവരിയിലാണ് തൃപ്പടിദാനം നടത്തിയത്. മാർത്താണ്ഡവർമ്മ തന്റെ രാജ്യവും ഉടവാളും ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച ചടങ്ങാണ് തൃപ്പടിദാനം എന്നറിയപ്പെട്ടത്. തുടർന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ശ്രീ പത്മനാഭദാസർ എന്ന പേരിലാണ് ഭരണം നടത്തിയത്. തിരുവിതാംകൂറിൽ ബജറ്റ് സമ്പ്രദായം പതിവ് കണക്ക് എന്ന പേരിൽ ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ ദിവാൻ രാമയ്യൻ ദളവയായിരുന്നു. ഭരണസൗകര്യത്തിനായി രാജ്യത്തെ 15 മണ്ഡപത്തും വാതുക്കൽ എന്ന് വിഭജിച്ചു. തിരുവിതാംകൂറിൽ ആദ്യമായി ഭൂസർവേ നടത്തിയത് മാർത്താണ്ഡവർമ്മയാണ്. ആലപ്പുഴയിലെ കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൽ അഞ്ചൽ സംവിധാനം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. മുളകുമടിശീലക്കാർ എന്നാണ് തിരുവിതാംകൂറിലെ വ്യാവസായികൾ അറിയപ്പെട്ടത്. 1758-ൽ മാർത്താണ്ഡവർമ്മ നാടുനീങ്ങി. കുഞ്ചൻ നമ്പ്യാർ, രാമപുരത്തു വാര്യർ എന്നിവർ മാർത്താണ്ഡവർമ്മയുടെ സദസ്യരായിരുന്നു.